ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. കുഞ്ഞുങ്ങളുടെ ഹയർ എഡ്യൂക്കേഷൻ എല്ലാ മാതാപിതാക്കളുടെയും ഒരു സ്വപ്നമാണ്. കുഞ്ഞുങ്ങൾക്ക് ഭാവിയിൽ നല്ല ഒരു ജോലിയോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സോ ചെയ്യാൻ പറ്റിയാൽ മാത്രമല്ലേ കാരണവന്മാരെ അവർക്ക് നന്നായിട്ട് നോക്കാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നതും ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നവംബർ 14-ാം തീയതി ശിശുദിനമായിരുന്നു. ആ ശിശുദിനത്തിന് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് കുട്ടികളുടെ ഭാവിയിലെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് എങ്ങനെ നമുക്ക് ക്യാഷ് അച്ചീവ് ചെയ്യാം എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മുടെ ക്ലയൻറ്റ്, അദ്ദേഹത്തിൻ്റെ പേര് സന്തോഷ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ മോൾക്ക് ഭാവിയിൽ വലിയൊരു എഡ്യൂക്കേഷൻ, ഡോക്ടർ ആകണം എന്നാണ് ആഗ്രഹം. ഇപ്പോഴത്തെ ആഗ്രഹമാണ്, ഭാവിയിൽ മാറാം. പിന്നെ കുട്ടിയുടെ ആഗ്രഹം അറിയത്തില്ല. അദ്ദേഹത്തിൻ്റെ മോൾക്ക് 1 വയസ്സാ പ്രായമുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം കുട്ടീനെ ഒരു ഡോക്ടർ ആക്കണം എന്നുള്ളതാണ്. ഇനി കുട്ടിക്ക് വേറെ എന്തെങ്കിലും ആഗ്രഹം വലുതാകുമ്പോൾ ഉണ്ടെങ്കിൽ അതിലേക്ക് മാറാം. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഭാവിയിൽ കുട്ടീനെ പഠിപ്പിക്കാനായിട്ട് എത്ര പൈസ സേവ് ചെയ്ത് ആ ഒരു നീഡിലേക്ക് എത്താൻ പറ്റുമെന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ഡോക്ടറിന് പഠിക്കുന്ന കുട്ടികളുണ്ട്. ഞാൻ അവരോടും കൂടി ഒന്ന് എൻക്വയറി നടത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിന് എത്ര പൈസ വേണമെന്നുള്ളതൊന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ആ ഒരു കാൽക്കുലേഷനിലേക്ക് പോകാം. അമയമോളുടെ 17ാമത്തെ വയസ്സിലാണ് ഈ ഒരു ഫണ്ട് വേണ്ടത്. ആ സമയത്ത് മോളൊരു +2 പഠനമൊക്കെ പൂർത്തിയാകും. പിന്നീട് എൻട്രൻസ്, അതിൻ്റെ കോച്ചിങ് കാര്യങ്ങൾക്കൊക്കെയാണ് ഫണ്ട് വേണ്ടത്. ഞാനത് കാൽക്കുലേറ്റ് ചെയ്തു. 1 കോടിയൊന്നും ആവശ്യമില്ല, എന്നാലും ഞാൻ 1 കോടിയായിട്ട് ഒരു എമൗണ്ട് ഇവിടെ ഫിക്സ് ചെയ്തു. കാരണം ഡോക്ടറുടെ ഒരു പഠനം എന്ന് പറഞ്ഞാൽ ഒരുപാട് 4-5 വർഷങ്ങളുണ്ടല്ലേ. അപ്പോൾ ഒരു പക്ഷേ അതായേക്കാം ഹോസ്റ്റൽ ഫീസ് മറ്റ് കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ ഞാൻ 1 കോടി രൂപ കുട്ടിയുടെ എഡ്യൂക്കേഷന് ഇപ്പോൾ ആവശ്യമുണ്ട് എന്നുള്ള രീതിയിലാണ് ഞാനത് കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ച് മതിയെങ്കിലും നമുക്ക് അങ്ങനെയും കാൽക്കുലേറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ 1 കോടി എന്ന് കാൽക്കുലേറ്റ് ചെയ്തേ ഉള്ളൂ. കാരണം ഇത്രയും നാൾ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് ഒരു കുറവ് വരരുത്, ഈ ലക്ഷ്യം നേടാതിരിക്കരുത്. അപ്പോൾ എന്തായാലും ആ ഒരു ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ 1 കോടി എന്ന് കാൽക്കുലേറ്റ് ചെയ്തു. കുറച്ച് പൈസ കൂടുതലുണ്ടെങ്കിലും കുഴപ്പമില്ല, അത് നമുക്ക് എടുക്കാമല്ലോ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 50,000 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ 50,000 രൂപ അദ്ദേഹത്തിന് ഇപ്പം ക്ലീനായിട്ട് മാറ്റി വെക്കാനും ഉണ്ട്. അതായത് അത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. മ്യൂച്വൽ ഫണ്ടിലോ ഇതിപ്പോൾ ബാങ്കിൽ കിടക്കുന്ന പൈസയാണ്. മ്യൂച്വൽ ഫണ്ടിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്കിവിടെ ഈ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ ഒരു റിട്ടേൺ പ്രതീക്ഷിക്കുന്നത് 12%. അത് പ്രതീക്ഷിച്ചാൽ മതി. നമുക്ക് 13, 14, 15 ഒക്കെ കിട്ടിയ വലിയ കാര്യമാണ്. നമുക്ക് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഹിസ്റ്റോറിക്കൽ റിട്ടേൺ ആണല്ലോ. അപ്പോൾ ആ ഒരു 12% അസ്യൂം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ അധികമാരും നോട്ട് ചെയ്യാത്തൊരു സംഭവമുണ്ട്, ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇൻഫ്ലേഷൻ എന്ന് വെച്ചാൽ ഓരോ വർഷം കഴിയുന്തോറും നമ്മുടെ കയ്യിലുള്ള പൈസയുടെ പവർ കുറഞ്ഞു വരിക, അല്ലെങ്കിൽ പണപ്പെരുപ്പം ഉണ്ടാകുക. ഇപ്പോൾ ഈ വർഷം 100 രൂപയ്ക്ക് മേടിച്ച സാധനം അടുത്ത വർഷം അത് മേടിക്കാനായിട്ട് 105 രൂപ കൊടുക്കേണ്ടി വന്നേക്കാം. അപ്പോൾ അവിടെ ഒരു 5 രൂപ കൂടുതൽ വന്നില്ലേ. അപ്പോൾ അതിനാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുക. അപ്പോൾ അവിടെ ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറയുന്നത് 5 രൂപയാണ്. ഇനിയിപ്പോൾ അത് മേടിക്കാനായിട്ട് 106 രൂപ കൊടുക്കണമെങ്കിൽ ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറയുന്നത് 6%. ഞാനിവിടെ ഒരു മിനിമം ശതമാനമാണ് കൂട്ടിയിട്ടുള്ളൂ, 5% എന്ന് വെച്ചിട്ടാണ് കൂട്ടിയിട്ടുള്ളൂ. എന്തായാലും അതങ്ങനെ ഇരിക്കട്ടെ. ഞാനിത് അദ്ദേഹത്തോട് വിശദമായിട്ട് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിനും 5% ഓക്കെയാണ്. അങ്ങനെയാണ് ഈ 5% കൂട്ടിയത്. ഇനി അടുത്തതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ഇൻഫ്ലേഷനൊക്കെ ആയിക്കഴിയുമ്പോൾ ഇപ്പോൾ 1 കോടി രൂപ എക്സ്പെൻസ് ഉണ്ട്. എന്നാൽ 17 വർഷമാകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ 2,18,28,000 സംതിങ് റുപ്പീസ് ആവശ്യമുണ്ട്. അതായത് 2,18,00,000 നമുക്ക് ചുരുക്കി പറയാം. ഇപ്പോൾ 1 കോടി ആവശ്യമുള്ളത് ഒരു 10-17 വർഷം കഴിയുമ്പോൾ 2 കോടിയായിട്ട് കൂടുന്നുണ്ടാകും. അദ്ദേഹത്തിൻ്റെ ബാങ്കിലുള്ള 50,000 രൂപ നമ്മളൊരു നല്ല മ്യൂച്വൽ ഫണ്ടിലേക്ക് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു മ്യൂച്വൽ ഫണ്ടിന് 12% റിട്ടേൺ കിട്ടുകയാണെങ്കിൽ അത് 3,06,520 രൂപയായിട്ട് മാറുന്നുണ്ടാകും. അതായത് ഈ 50,000 രൂപ അതിൻ്റെ ഒരു 6 ഇരട്ടിയിലേക്ക് മാറുന്നുണ്ടാകും. അപ്പോൾ അതും കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് വേണ്ടത് 2,15,00,000 രൂപയാണ്. അത് എങ്ങനെ നേടാമെന്ന് നമുക്ക് നോക്കാം. 4 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന്, കുട്ടിക്ക് 17 വയസ്സ് ആകുന്നത് വരെ 39,432 രൂപയുടെ SIP ചെയ്യുക. 12% റിട്ടേൺ വെച്ചിട്ട് അദ്ദേഹത്തിന് 2,15,00,000 രൂപ കിട്ടും. രണ്ടാമത്തേത്, അദ്ദേഹത്തിന് അത്രയും നാൾ SIP ചെയ്യാനുള്ള ഒരു ഇതില്ലാന്ന് വിചാരിച്ചു. കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ കുറച്ച് പ്രായമായി. ഇനി ഒരു 10 വർഷമേ SIP ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചു. അദ്ദേഹത്തിൻ്റെ ജോലിയൊക്കെ ആ സമയത്തേക്ക് കഴിയും. മാത്രമല്ല ഇദ്ദേഹം റിട്ടയർമെൻറ്റ് പ്ലാൻ കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 2 പ്ലാനുകൾ ഒരു പ്ലാറ്റ്ഫോമിൽ ചെയ്യാനായിട്ട് ഗോൾ സെറ്റ് ചെയ്താൽ മതി. ഒന്ന്, അമ്മയുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് നമ്മളൊരു സെറ്റ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് കൊടുക്കുന്നുണ്ട്. ആ മ്യൂച്വൽ ഫണ്ടെല്ലാം കൂടെ അമ്മയുടെ എഡ്യൂക്കേഷൻ എന്ന രീതിയിൽ നമുക്കൊരു ഗോൾ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. രണ്ടാമത്തേത്, അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മളൊരു സെറ്റ് ഓഫ് ഫണ്ടുകൾ കൊടുക്കുന്നുണ്ട്. ആ ഫണ്ടുകൾ അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് എന്ന ഇതിൽ ഗോൾ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും.
അപ്പോൾ ഈ രീതിയിൽ ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടും ഒരേ പ്ലാറ്റ്ഫോമിൽ തന്നെ സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ ഗ്രോത്ത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും അമ്മയ്ക്ക് 17 വയസ്സ് ആകുന്നത് വരെ അദ്ദേഹത്തിന് SIP ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇനിയുള്ള ഒരു 5 വർഷമാണ് അദ്ദേഹം SIP ചെയ്യുന്നുള്ളൂ എന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ടാർഗറ്റിലേക്ക് എത്താനായിട്ട് 76,287 രൂപയുടെ SIP ചെയ്യണം. ഇനി അടുത്ത ഒരു 10 വർഷത്തിലേക്ക് അദ്ദേഹത്തിന് SIP ചെയ്യാൻ പറ്റുമെങ്കിൽ 48,670 രൂപ SIP ചെയ്താൽ മതിയാവും. ഇനി അതൊന്നുമല്ല, അദ്ദേഹത്തിന് മറ്റൊരു പ്ലാൻ കൂടിയുണ്ട്. അതായത് അദ്ദേഹത്തിന് കുറച്ച് ലാൻഡ് ഉണ്ട്, അതിപ്പോൾ നല്ല വില പറയുന്നുണ്ട്. അപ്പോൾ അത് വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു 19 ലക്ഷം രൂപ കിട്ടും. അപ്പോൾ 50 ലക്ഷത്തിൻ്റെ മുകളിൽ 60 ലക്ഷമൊക്കെ കിട്ടിയാൽ വിൽക്കാൻ അദ്ദേഹം റെഡിയാണ്. അപ്പോൾ അതിനങ്ങനെ വില പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഒരു ലംസം ഇൻവെസ്റ്റ്മെൻറ്റ് അദ്ദേഹത്തിന് കിട്ടുകയാണെങ്കിൽ 35 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും ചെയ്യണ്ട. 35 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യുക, കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു, ഫ്രീ ആയി. അപ്പോൾ കുട്ടിയുടെ എഡ്യൂക്കേഷനൊക്കെ തലവേദന, പിന്നെ ഫ്യൂച്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള തലവേദനയില്ല, ഒന്നുമില്ല. അപ്പോൾ ഒറ്റ ലംസം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു മെത്തേഡിലും അദ്ദേഹത്തിന് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നിലവിൽ ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ, ഇദ്ദേഹം മന്ത്ലി ഒരു 40,000 രൂപയുടെ SIP ചെയ്യാനാണ് വില്ലിങ് ആയിരിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ ഇതാണ് കേട്ടോ. അതാണ് ഞാൻ പല ഐഡിയകൾ ഷെയർ ചെയ്ത് 40,000 SIP അദ്ദേഹത്തിന് ഓക്കെയാണ്. പക്ഷേ കുട്ടിയുടെ 17 വയസ്സ് വരെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇത് അദ്ദേഹം ചെയ്യുകയും സ്ഥലം ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹം വിൽക്കുകയും ചെയ്യും. ആ സമയത്ത് അന്നേരത്തെ ഒരു വാല്യൂ അനുസരിച്ച് എത്രയാണോ ലംസം വേണ്ടത് അത് ഇൻവെസ്റ്റ് ചെയ്യാൻ അദ്ദേഹം വില്ലിങ്ങുമാണ്. അപ്പോൾ ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിരിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ. നമ്മൾ കുട്ടി ഉണ്ടായ പാടെയോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ കുട്ടിക്ക് ഇപ്പോൾ 2 വയസ്സായി, 5 വയസ്സായി, 10 വയസ്സായി, അതൊന്നും പ്രശ്നമല്ല. കാരണം നേരത്തെ ഇതിനെപ്പറ്റി ആളുകൾക്ക് അത്ര ഐഡിയ ഉണ്ടായിരിക്കില്ലല്ലോ. അപ്പോൾ എപ്പോഴാണോ ആ ഒരു ഐഡിയ ഉണ്ടാകുന്നത് അപ്പോൾ തന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഭാവിയിൽ വരുന്ന സാമ്പത്തികമായിട്ട് വരുന്ന ഏതൊരു ആവശ്യങ്ങൾക്കും നമുക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്താൽ വളരെ നേരത്തെ തന്നെ ഭാവിയിൽ ആവശ്യമുള്ള ഒരു പൈസ ഉണ്ടല്ലോ, ആ പൈസയിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. ഒന്നെങ്കിൽ നേരത്തെ എത്താം, അല്ലെങ്കിൽ ആ സമയത്ത് എത്താം. പക്ഷേ ആ സമയത്ത് നമ്മളിപ്പോൾ ഒരു 2 കോടി രൂപ വേണം എന്ന് വിചാരിച്ച് ഒറ്റയടിക്ക് 2 കോടി വേണമെന്ന് വിചാരിച്ച് എന്തെങ്കിലും നടക്കില്ല. നമ്മുടെ ആ അസറ്റുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ വിൽക്കേണ്ടതായിട്ടോ നഷ്ടപ്പെടുത്തേണ്ടതായിട്ടോ വന്നേക്കാം. അപ്പോൾ ഇതാണ് അമ്മയുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത അഡ്വൈസ്. ഇതുപോലെ നിങ്ങളുടെ കുട്ടികൾക്ക് എങ്ങനെയാണ് നിങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി ഇൻവെസ്റ്റിംഗ്.